വെയിലാണ്, എന്താവുന്നറിയില്ല. അമ്പലങ്ങളൊക്കെ പോയി തൊഴുത് ഭഗവാനെയൊക്കെ കണ്ടു പോകുന്നത്. കൊമ്പനെ പിടിക്കാനാണ് പോണേ, എന്തായാലും അറിയാം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ അപ്പൊ നമ്മള് കടലില് ചൂണ്ടാവുന്നേ കേട്ടാ. നമ്മള് പുലിമുട്ടിലേക്ക് പോവാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. അവിടുത്തെ അവസ്ഥ നല്ല വെയിലാണ്. അവിടെ വണ്ടി നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. ദേവ്യാനും കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് വെയിൽ കൊള്ളിക്കാനായിട്ടേ. കുറെ നാളായി ഇന്ന് വെയിൽ കൊണ്ടിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ പുഴ ഉണ്ട് കേട്ടാ. ആ മുകളിൽ അവിടെ ഒരു വേറെ നോക്കി നമ്മൾ മേടിച്ച സൈസ്. ഞങ്ങളുടെ അങ്ങോട്ട് ഇവിടെ ഇല്ലേ, ഇത് വെച്ച് കൊണ്ടേ കിട്ടുക. ഇവിടെ ഒരു ചേട്ടൻ വാലിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ചൂടാകുമ്പോൾ ഉണ്ടാവില്ലല്ലേ മീനുകൾ. ആ ആ അവൾ ആദ്യമായിട്ട് വരിക, അങ്ങനെ പറയുന്ന കേട്ടപ്പോണ്ട്. ആ സൈഡിൽ വന്നിട്ടുണ്ട്, ഏങ്ങണ്ടിയൂര് ആ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. ആ അങ്ങോട്ട് ആ സൈഡില്ലേ. ആ അപ്പോൾ അവിടേക്കൊക്കെ ഈ വഴിക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് മാത്രം. ഇവിടെ കൂടുതൽ എന്ത് മീനെ കിട്ടാറ്? കണമ്പല്ലേ? ആ ആ ഉണ്ടാവും. നദിയൊന്നും കാര്യമായിട്ടൊന്നും കാണാനില്ല അല്ലേ. വരയിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുലിമുട്ടിലെത്തിയിട്ടാ. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ തെങ്ങിൻ്റെ ഇടയ്ക്ക് നോക്കിയേക്കാണ് അങ്ങോട്ട് പോകണോ വേണ്ട. ആൾക്കാർ അവിടെ ചൂണ്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ കണ്ടില്ലേ ആൾക്കാർ എന്താ അവിടെ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ട് ഇരിക്കണത്. വല്ലത് കിട്ടുമെന്ന് വിചാരിക്കണം. അത് രസമുണ്ട്. ഇപ്പോൾ വേലിയേറ്റ സമയമാണ്. അപ്പോൾ തിര അങ്ങോട്ട് കൂടി കൂടി വന്നു തുടങ്ങി. കിട്ടുമെന്ന് അറിയില്ല. ബോട്ട് പോകണണ്ട. അപ്പോൾ അവിടെ നിന്നൊരു ബോട്ട് വരുന്നുണ്ട്. കടലിൻ്റെ അവിടെ വരുമ്പോൾ തെങ്ങിൻ്റെ തണുത്തിരിക്കുമ്പോൾ വലിയ ക്ഷീണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെയിൽ കാരണം ദിവ്യേനെ തെങ്ങിൻ്റെ ഇടയ്ക്ക് ഇരുത്തിയിട്ടാ. അത് കാരണം ക്യാമറ പിടിക്കാനും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ആരും ഉണ്ടായിരുന്നില്ല. മീൻ പിടിക്കണമൊന്നും എടുക്കാൻ പറ്റിയില്ല, വലിയ കോര കിട്ടണതൊന്നും. കടലിൻ്റെ അവിടെ നിന്ന് പോകുന്നത് ഇവിടെ ഈ സൈഡിൽ നിന്നിട്ട് മീൻ പിടിക്കാണ് കേട്ടോ.
കുറച്ച് നേരം വെയിൽ കൊണ്ടപ്പോൾ നമ്മൾ തണൽ നോക്കി വന്നിരുന്ന കേട്ടോ ഒരു പുഴയുടെ സൈഡിൽ. അവിടെ കുറച്ച് നേരം ചൂണ്ടയ്ക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. നമുക്ക് ആദ്യം ചൂണ്ട കൊടുത്ത് കുറച്ച് പല്ലിക്കോര കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഇവിടെ ഇരുന്ന് കുറച്ച് ബ്രെഡും പഴമൊക്കെ തിന്നിട്ട് പിന്നെ രണ്ടാമത് അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ എന്നിട്ട് പിന്നെ കുറച്ച് എന്ത് മീനാണ് പറഞ്ഞ് വറ്റിയും പിന്നെ മറ്റേത് അത് കതിരാഞ്ചാളയാണ്. ആ കതിരാഞ്ചാള പേര് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ അത് കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കതിരാഞ്ചാളയെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറച്ച് കിട്ടിയിട്ടാണ്. നമ്മൾ പ്രതീക്ഷിച്ച മാതിരിയൊന്നും കിട്ടിയില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, വെറുതെ ടൈം പാസ്. 1 കിലോ 1.5 കിലോ താഴെയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഉള്ളത് കൊണ്ട് സന്തോഷിച്ച് പോകുന്നു. അകലെ കാണുന്നത് ചേറ്റുവ ഹാർബറാണ് കേട്ടോ. ഹാർബറിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. നമ്മൾ ആദ്യം ഹാർബറിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ അയില കണ്ടമാനം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അയിലൊന്നും മേടിച്ചില്ല. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ചൂണ്ടാലോന്ന് വിചാരിച്ചു. പിന്നെ കാശ് കൊടുത്ത് മേടിക്കണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ഇങ്ങോട്ട് നേരിട്ട് പോകുന്നു. കുറച്ചിടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ബ്രെഡൊക്കെ പഴമൊക്കെ കഴിച്ചു. അപ്പം ഞാൻ ഇവരുടെ അടുത്തേക്ക് വന്നു കേട്ടോ. മീൻ പിടിക്കാൻ നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാ. ബോട്ട് പോകണുണ്ട്. അങ്ങ് അകലെ കണ്ട ഒരു ബോട്ട്. അകലൊരു ബോട്ടുകാർ വലയിട്ടിട്ട് മീൻ പിടിക്കണത് കേട്ടാ. അതിൽ കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. സൈഡിൽ 2 വട്ടമായി ഒരു വലയിട്ട് മീൻ പിടിക്കും. നല്ല രസാട്ടാ. ചൂടൊന്നും അറിയില്ല ഇവിടെ വന്നിരുന്ന. കുട്ടാ ഒരു ഹായ് പറഞ്ഞ. മീൻ കിട്ടിയിട്ട് ചേട്ടന് ഞാൻ പിടിക്കണ. ചാക്കില്ല അവിടെ? ചാക്കുണ്ടോ അവിടെ? ഏ ഇതേതാ? കുറേ ആൾക്കാർ ഇവിടെ ചോണ്ടായിരിക്കുന്നുണ്ട് കേട്ടാ. ഇവർക്കൊന്നൊരു വെയിലൊന്നൊരു പ്രശ്നമല്ല കേട്ടോ. സമയം 2 മണി നേരമാണ്. എനിക്ക് എന്തോരം ആൾക്കാരാ ഇവിടെ. ബാക്കിലൊക്കെ ആൾക്കാരുണ്ട്.
മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരാണ് കേട്ടാ. ഉണ്ടായിരിക്കുന്ന ഇരിപ്പ് വേണ്ട, എത്ര ക്ഷമയോട് കൂടിയിരിക്കണം എന്നൊക്കെ. ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടില്ല, ഒരു ക്ഷീണവും ഇല്ല, ഒന്നുമില്ല. ഇരിക്കുന്ന ഇരിപ്പ് വേണ്ട. ഇപ്പോൾ 5 മണി വരെ നമ്മൾ ചൂണ്ടിയിട്ട് 5 മണി കഴിഞ്ഞു. അപ്പോൾ അവിടുന്ന് പോരാണ്. ചായ കുടിക്കണം പോണ വഴിക്ക്. വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾ ചായ കുടിക്കണം വിശക്കുണ്ടായി. അപ്പോൾ രാവിലെ തൊട്ട് വന്നിരിക്കണത്. രാവിലെ ഇല്ല, 12 മണിക്കായി എത്തുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ. മീനെ പിടിച്ചതിനെ അവിടെ വെച്ച് വീട്ടിലെത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചൂണ്ടാൻ കിട്ടിയ മീനാണ് കേട്ടോ. കുറച്ച് നല്ല പറ്റിയും അല്ലേ. പിന്നെ എന്നിട്ട് പല്ലിക്കോര. പിന്നെ വേറൊരു മീനും കൂടി ഉണ്ടല്ലോ, അടുത്ത് കാണിച്ചേ. അതെന്ത് മീനാന്ന് അറിയണില്ല. അത് ഈ ഒരു മീനോ ഇങ്ങനത്തെ ഒരു 3 4 കിട്ടിയിട്ടുണ്ടല്ലേ. കമന്റ് ചെയ്യുന്നു കേട്ടോ. കുട്ടൻ നന്നാക്കാനിരിക്കുകയാണ് കേട്ടോ വന്നതിന് ശേഷം. പല്ലിക്കോര നല്ല പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ആദ്യമായിട്ട് പോയിട്ട് ആദ്യമായിട്ടല്ല അവരോട് പോയിട്ടുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ കിട്ടിയത് കേട്ടോ. അപ്പം നമുക്കിത് റെഡിയാക്കണം.